Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination base ചെയ്തിട്ട് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സെപ്റ്റംബർ 6 മുതൽ 9 വരെയാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ടൈം. ഈ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ, മെഡിക്കൽ സെക്ടറിലെ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ 11 കോഴ്സസ് ആണ് ഈ കേരള എൻട്രൻസ് കമ്മീഷന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലൂടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 11 കോഴ്സുകളിലേക്ക് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ, നമുക്കറിയാം കേരളത്തിലെ തന്നെ MBBSന്റെയും BDSന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് പാരലായിട്ട് വേറെ ഒരു സിസ്റ്റത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അലൈഡ് കോഴ്സുകൾക്കാണ്. ഈ 11 കോഴ്സുകൾ നമുക്ക് നോക്കിയാൽ BAMS ആയുർവേദത്തിന് നമുക്കറിയാം, ആയുർവേദത്തിന് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തന്നെയുണ്ട്. കേരളയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി സംസ്കൃതം പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആയുർവേദത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ആയുർവേദത്തിൻ്റെ സീറ്റുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി ആയുർവേദത്തിൻ്റെ ഓൾ ഇന്ത്യ ലെവലുള്ള മുഴുവൻ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൾ ഇന്ത്യയുടെ ആയുഷ് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്നത് ആയുർവേദമുണ്ട്, ഹോമിയോയുണ്ട്, സിദ്ധ, യുനാനി, അതിനോടൊപ്പം ആയുർവേദത്തിൻ്റെ ഫാർമസി കോഴ്സ്. ഇത്രയും കോഴ്സുകളിലേക്കുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആയുഷിൻ്റെ കൗൺസിലിങ്ങിലൂടെ നടക്കുകയാണ്. ഇത് നമുക്ക് കേരളത്തിലുള്ള ആയുർവേദ കോളേജുകളുടെ 85% സീറ്റുകൾ ഫില്ല് ചെയ്യാനും അതിനോടൊപ്പം കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ 100% സീറ്റും ഫില്ല് ചെയ്യാനുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ് ഈ കേരളത്തിൻ്റെ ഈ അലൈഡ് കോഴ്സുകളുടെ പ്രോസസ്സിങ്ങിലൂടെ നടക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിന് കേരളത്തിൽ ഗവൺമെൻറ് ക്യാമ്പസുകളുടെ 85% സീറ്റോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 100% സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിങ്ങിൽ നിർബന്ധമായും പങ്കെടുക്കണം. BAMS കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നത് സിദ്ധ, BSMS, തേർഡ് വൺ BHMS ഹോമിയോ, ദെൻ ഫോർത്ത് വൺ BUMS ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി ഈ കോഴ്സിലേക്ക്, ദെൻ ഫിഫ്ത്ത് വൺ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ. ഈ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ഫോറസ്ട്രി സയൻസ്, ഫിഷറീസ് ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കോഴ്സുകളുടെ കേരളത്തിലുള്ള ക്യാമ്പസുകളുടെ 85% സീറ്റുകളാണ് ഇവിടെ കേരളയുടെ അലൈഡ് കോഴ്സുകളിലൂടെ ഫില്ല് ചെയ്യുന്നത്. ഈ കോഴ്സുകളുടെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ CUET എക്സാമിനേഷൻ എഴുതിയ ആ വിദ്യാർത്ഥികൾക്ക്, CUET എക്സാമിനേഷൻ എഴുതുകയും ICAR യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ICARൻ്റെ ഓൺലൈൻ പ്രോസസ്സിങ്ങിലൂടെ ഓൾ ഇന്ത്യ വൈസുള്ള മുഴുവൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ 15% സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീറ്റുകളുടെ അഗ്രികൾച്ചർ കോഴ്സിൻ്റെയും ഫോറസ്ട്രി, ഫിഷറി സയൻസ് ഈ കോഴ്സുകളുടെ കേരളത്തിലെ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമുക്ക് കേരളത്തിൻ്റെ ഈ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് ഫേസിൽ നാം പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന 5th കോഴ്സ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അഗ്രികൾച്ചർ, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫോറസ്ട്രി. ഇനി നമുക്ക് 7th കോഴ്സ് നോക്കാം, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. 8th വൺ ഈസ് ക്ലൈമറ്റ് ചേഞ്ച് എൻവറോൺമെൻറ്റ് ആൻഡ് 9th ഈസ് ബയോടെക്നോളജി, BTech ബയോടെക്നോളജി. 10th വൺ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആനിമൽ ഹസ്ബൻഡറി. ഈ കോഴ്സിനെ കുറിച്ച് 10th വെറ്റിനറി കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ വെറ്റിനറി കോഴ്സിൻ്റെയും ഓൾ ഇന്ത്യ വൈസുള്ള ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി ക്യാമ്പസുകളുടെ 15% സീറ്റിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യാമ്പസിലെ നമ്മുടെ കേരളത്തിലെ 2 ക്യാമ്പസുകളുടെ 85% സീറ്റിലേക്ക്, കേരളത്തിലെ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ അലൈഡ് കോഴ്സുകളിലൂടെയാണ്. കേരളയുടെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് ഫേസിലാണ് നാം പങ്കെടുക്കേണ്ടത്. ദെൻ ഇവിടെ വരുന്ന 11th കോഴ്സ് ഫിഷറി സയൻസ്. അപ്പോൾ ഈ 11 കോഴ്സുകളിലേക്ക് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിലേക്ക്, അത് ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മുഴുവൻ സീറ്റുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ നാം ഈ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇനി ഇത് പങ്കെടുക്കേണ്ട എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് നമുക്കറിയാം, ckerala.org.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. ഇനി ഈ വെബ്സൈറ്റിലൂടെ തന്നെ നമ്മൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി കേരളത്തിൻ്റെ കീമിൽ നമ്മുടെ നീറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കേരളത്തിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇനി ഇവിടെ തന്നെ നാം അഡ്മിഷന് വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകൾ നമുക്ക് നോക്കാം. 6-ാം തീയതി സെപ്റ്റംബർ 6-നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6-ാം തീയതി മുതൽ 9th വരെ 9-ാം തീയതി വൈകുന്നേരം 3 മണി വരെ മാത്രമാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള ടൈം ഉള്ളത്.
അങ്ങനെ 9th വരെ ചോയ്സ് ഫില്ല് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 11 കോഴ്സുകളിൽ നമുക്കിഷ്ടമുള്ള ക്യാമ്പസുകളും കോഴ്സുകളും പ്രയോറിറ്റി അനുസരിച്ച് നമുക്കിഷ്ടമുള്ള പ്രയോറിറ്റി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നാം നോക്കണ്ട. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് 1, 2, 3 എന്നുള്ള ഓർഡറിൽ മാത്രമായിരിക്കും അവർ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു കോഴ്സ് അലോട്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെ 9th മുമ്പായി 9-ാം തീയതി 3 മണിക്ക് മുമ്പായി ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നും 10-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ക്യാമ്പസിലേക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് ഒരു ട്രയലാണ് നമുക്കറിയാൻ സാധിക്കും. അതിനുശേഷം 11th ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോൾ 10th പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണം, നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാമ്പസിനോ കോളേജിൻ്റെയോ ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ, ക്യാമ്പസുകൾ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ചെയ്യേണ്ടവർക്ക് ആ പ്രൊവിഷണൽ അലോട്ട്മെന്റ് സമയത്ത് നമുക്ക് ചെയ്യാം. അതിനുശേഷം 11th ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് 11th പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 12th 18th ഇൻ ബിറ്റ്വീൻ മസ്റ്റായി ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മുടെ ഈ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോഴ്സ് അനുവദിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ മെമ്മോ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഡേറ്റ കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന കോഴ്സ് ഏത് ക്യാമ്പസിലാണ്, ആ ക്യാമ്പസിലുള്ള ഫീസ് എത്ര, എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് എത്ര, കോളേജിൽ അടയ്ക്കേണ്ട ഫീസ് എത്ര, ഇതെല്ലാ ഡീറ്റെയിൽസും ഈ ഡേറ്റ കാർഡിലും മെമ്മോയിലുണ്ടോ. ഇത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം 18th ബിഫോർ മസ്റ്റായും ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യത്തില്ല. ഇതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ. നമ്മുടെ ഒരു അലൈഡ് കോഴ്സിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ നമ്മൾ നിർബന്ധമായും ഫീസ് അടച്ച് ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യണം. ഇനി ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് MBBSന്റെ BDSന്റെയോ ഓൾ ഇന്ത്യയുടെയോ കേരളയുടെയോ സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായും കോളേജിൽ പോയി ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക തന്നെ വേണം. ഇനി നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ ഫീസ് ഉണ്ട്. 5,000 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അത് OEC കമ്മ്യൂണിറ്റിയോ SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികളോ റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ജുവനൈൽ ഹോം പോലെയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീസിനകത്ത് ഇളവുണ്ട്. 500 rupees മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടി വരുന്നത്. ഇനി 5,000 rupees നമുക്ക് രജിസ്ട്രേഷൻ ഫീ ജനറൽ സ്റ്റുഡൻസിനും റിസർവേഷൻ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. SC/ST OEC അല്ലെങ്കിൽ ബാക്കി വരുന്ന റിസർവേഷൻസിന് 500 ഉള്ളൂ എങ്കിലും നമ്മൾ MBBSന്റെയോ BDSന്റെയോ കേരള അലോട്ട്മെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവിടെ നമ്മളൊരു 5,000 rupees അടച്ച് പങ്കെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ അലൈഡ് കോഴ്സിൽ എനിക്കൊരു കോഴ്സ് അവിടെ ലഭിച്ചിട്ടില്ല, ഞാനിവിടെ കേരളത്തിൻ്റെ ഇനി അലൈഡ് കോഴ്സിൽ പങ്കെടുക്കുകയാണ്, അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കോഴ്സ് ലഭിച്ചു, നമുക്ക് MBBSനോ BDSനോ അഡ്മിഷൻ ലഭിച്ചു പോയവർ തീർച്ചയായിട്ടും അലൈഡ് കോഴ്സിനകത്ത് പങ്കെടുക്കത്തില്ല. അപ്പോൾ അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ MBBSന്റെയോ BDSന്റെയോ കേരളയുടെ ഓൾ ഇന്ത്യയുടെ അല്ല കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ കേരള വെബ്സൈറ്റ് വഴി കേരളത്തിൻ്റെ MBBSന്റെയോ BDSന്റെയോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ 5,000 rupees 500 rupees രജിസ്ട്രേഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾക്ക് ഈ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് നമുക്ക് പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഫീ ആയ 5,000 rupees നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല. അടയ്ക്കാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ഇനി ഇങ്ങനെ നമ്മൾ പങ്കെടുത്ത് നമുക്കൊരു കോഴ്സ് ലഭിച്ചാൽ ഈ കോഴ്സിൻ്റെ ഗവൺമെൻറ് സെക്ടറിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെയും ഫീസുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് വൺ BAMS ആയുർവേദത്തിന് ഗവൺമെൻറ് ക്യാമ്പസിലാണ് നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ ആനുവൽ ഫീസ് വരുന്നത് 13,230 rupees മാത്രമാണ് ഒരു വർഷത്തെ ആനുവൽ ഫീസ് വരുന്നത്. ഇനി ഇത് കൂടാതെ ആ ക്യാമ്പസിൽ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകളുണ്ട്. ഹോസ്റ്റൽ ഫീസ് വരും, ഒരു ക്യാമ്പസിൻ്റെ എക്സ്ട്രാ ഫീസുകൾ വരും. ഈ ഫീസുകളൊക്കെ നമ്മൾ ആ ക്യാമ്പസിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. കോഴ്സ് ഫീസാണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന കോഴ്സ് ഫീസാണ് 13,230 എന്ന് പറയുന്നത്. ഇനി ഹോമിയോ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് ഹോമിയോ കോളേജുകളിൽ 1,260 rupees മാത്രമാണ് ഫീസ് വരിക. ഇനി അഗ്രികൾച്ചർ കോഴ്സിന് 15,750 rupees, ഫോറസ്ട്രി കോഴ്സിന് 15,750 rupees, അതുപോലെ വെറ്റിനറി കോഴ്സിന്
22,869 റുപ്പീസ്. കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കോഴ്സിന് 15,750. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെൻറ്റ് സയൻസ് കോഴ്സിന് 15,750 റുപ്പീസ്. ബിടെക് ബയോടെക്നോളജി കോഴ്സിന് 31,500 റുപ്പീസ്. ഇനി 9th ഫിഷറി സയൻസ് കോഴ്സിലേക്ക് നോക്കിയാൽ കുഫോസിൻ്റെ ക്യാമ്പസിലുള്ള ഫിഷറി സയൻസ് കോഴ്സിലേക്ക് നോക്കിയാൽ 17,700 റുപ്പീസ് ആണ് ഫീസ് വരുന്നത്. ഇനി നമുക്ക് ഈ കോഴ്സുകളുടെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ക്യാമ്പസിൽ ഉള്ള കോഴ്സുകൾക്കാണെങ്കിൽ അവിടെ എത്രയാണ് വരിക? ആയുർവേദത്തിന് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളുണ്ട്. അവിടെ വരുന്നത് 2,82,821 റുപ്പീസ് ആണ് ടോട്ടൽ ഫീസ് വരിക, ആനുവൽ ഫീസ് വരിക. അതിൽ ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ട്യൂഷൻ ഫീ എത്രയാണ്, സ്പെഷ്യൽ ഫീ എത്രയാണെന്നുള്ളത്. ഇനി അത് സിദ്ധ കോഴ്സിലേക്ക് വരുമ്പോഴും 2,72,406 റുപ്പീസ് ആണ് ഫീസ് വരിക. അതുപോലെ യുനാനി കോഴ്സിനും 2,82,821 റുപ്പീസ് ആണ് ആനുവൽ ഫീസ് വരിക. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു 5,000 റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ ഫീസ്. ഇനി MBBS BDS കോഴ്സിന് കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റ് 5,000 റുപ്പീസ് അടച്ച് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്തു, നമുക്കൊരു കോഴ്സ് ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി 5,000 റുപ്പീസ് നോട്ട് ടു പേ എഗെയിൻ, ഇനിയും ഫീസ് അടയ്ക്കാതെ തന്നെ ഈ അലൈഡ് കോഴ്സുകളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാം. ബാക്കി അവിടെ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ 5,000 റുപ്പീസ് ഫീസ് അടച്ച് തന്നെ വേണം നമുക്ക് ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുവാൻ. ഇനി ഈ കോഴ്സുകളിലേക്ക് എല്ലാ അഡ്മിഷൻ ലഭിക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ റിസർവേഷൻ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും നമുക്കറിയാം ഓരോ കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റിനാകുമ്പോഴത്തേക്ക് 50% സീറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന 50% സീറ്റ് ഓരോ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ചാണ് സെപ്പറേറ്റ് ചെയ്യുക. ആ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളിൽ തന്നെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് 10% സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇനി SC/BC കാറ്റഗറി 30%, ആ SC/BCയിൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് 9%, മുസ്ലിം കമ്മ്യൂണിറ്റി 8%, ബാക്ക്വേഡ് ഹിന്ദു 3%, ലാറ്റിൻ കത്തോലിക്ക 3%, ധീവര 2%, വിശ്വകർമ്മ 2%, കുശവൻ 1%, ബാക്ക്വേഡ് ക്രിസ്ത്യൻ 1%, കുടുംബി 1%. ഇത്രയും ആണ് ടോട്ടൽ ഈ 30% വരുന്നത്. ഇനി വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബും ടോട്ടൽ 10% ആണ്. അതിൽ SCക്ക് 8%, STക്ക് 2% ആണ് സീറ്റ് ഈ കോഴ്സുകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നീറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതി, മെഡിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു നീറ്റ് എക്സാം എന്ന് പറയുന്നത്. ആ 720 എഴുതിയ എക്സാമിനേഷനിൽ നിന്നും നമ്മുടെ മാർക്ക് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കേരളത്തിൻ്റെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ മെഡിക്കൽ സെക്ടറിലെ 2 അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, ഒന്ന് MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും രണ്ടാമത്തത് അലൈഡ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും പങ്കെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഈ സെപ്റ്റംബർ 6 മുതൽ 9th വരെ നടക്കുന്ന ഈ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് പങ്കെടുക്കുക. നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സും ക്യാമ്പസും നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ എൻട്രൻസിൻ്റെ തന്നെ നമുക്കറിയാം എത്ര എൻട്രൻസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യയുടെ നടക്കുന്നു, കേരളയുടെ നടക്കുന്നു, MBBSൻ്റെയും BDSൻ്റെയും. പാരലായിട്ട് തന്നെ ഓൾ ഇന്ത്യയുടെ ആയുഷിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നു, അഗ്രികൾച്ചറിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുന്നു, വെറ്റിനറിയുടെ നടക്കുന്നു, കേരളത്തിൻ്റെ ഇപ്പോൾ അലൈഡ് കോഴ്സുകളുടെ നടക്കുന്നു. ഇതിലെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ, കൃത്യമായ ഡേറ്റ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടൊപ്പം നമുക്ക് ഈ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്തും ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം ഈ വർഷത്തെ ഒരു മെഡിക്കലിൻ്റെയോ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ എഴുതി ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്താത്ത വിദ്യാർത്ഥികൾക്കും 2025 എൻട്രൻസ് എക്സാമിനേഷനിൽ റിപ്പീറ്റർ ബാച്ചിലൂടെ സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിലൂടെ റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും മികച്ചൊരു ഡെസിഗ്നേഷനിലേക്ക് എത്താനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കൃത്യമായി ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കുക. ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നതാണ് നമുക്കൊരു അർഹതപ്പെട്ട ക്യാമ്പസും കോഴ്സും നേടിയെടുക്കുന്നത്. അപ്പോൾ ആ നേടിയെടുക്കുന്ന പ്രോസസ്സിങ്ങിൽ ഏറ്റവും കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളതാണ് ആവശ്യം. ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏറ്റവും മികച്ചൊരു പൊസിഷനിലേക്ക് ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക്കായ സ്റ്റഡി മെത്തേഡിലൂടെയും അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാ സപ്പോർട്ടോടും ആൽഫ അക്കാഡമി കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലോടെ ഓൾ ദി ബെസ്റ്റ്.